അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു, കുളി കഴിഞ്ഞു, വാഷിങ് കഴിഞ്ഞു. വണ്ടി അത്യാവശ്യം ഗ്ലാസ്സൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി, ഉള്ളൊക്കെ നല്ല വൃത്തിയാക്കി. ഇതൊക്കെ എടുത്ത് അടുക്കി പൊറുക്കി വെച്ച് ഇവിടെയൊക്കെ വൃത്തിയാക്കി. ഇനി നമുക്ക് ചെന്നൈയിലേക്കാണ് പോകേണ്ടത്. ചെന്നൈ ഹാർബറിൽ നിന്നാണ് ലോഡുള്ളത്. എനിക്ക് ലൊക്കേഷൻ അറിയില്ല. ഞാൻ ഹാർബറിലേക്കുള്ള ലൊക്കേഷൻ അറിയാം, പക്ഷെങ്കിൽ അത് വലിയ വണ്ടി പോകുമെന്നുള്ളത് എനിക്കറിയില്ല. ഏതിലെ കൂടെയാണ് വലിയ വണ്ടി എടുത്തിട്ട് പോകേണ്ടതെന്ന് അറിയില്ല. അപ്പം മുന്നിൽ നമ്മളെ ടീം പോയിട്ടുണ്ട്. അവർ ലൊക്കേഷൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുന്നതിന് അയച്ചു തരാമെന്നാണ് പറഞ്ഞേക്കണേ. ഇവിടെയാണ് കേട്ടോ ഞാൻ ഒതുക്കിയേക്കണേ. ഇവിടെ ഒരു വേ ബ്രിഡ്ജ് ഉണ്ട്, അവിടെ നിന്നാണ് ഞാൻ കുളിച്ചേക്കണത്. ഇവിടെ എന്തായാലും നമ്മൾ നേരത്തെ വാങ്ങിയ ലോറീൻ്റെ റെസിപ്റ്റ് കൊറിയർ ചെയ്യണം. വേറെ പണിയൊന്നുമില്ല. അത് ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ചെയ്യാം. ഉറക്കം വരുമ്പോൾ ഞാൻ ഉറങ്ങും കേട്ടോ. ആകെപ്പാടെ ഒരു 1.5 hours മാത്രമായിരിക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാക്കുക. അതിൻ്റെ അപ്പുറം ഉറങ്ങിയിട്ടില്ല. സോ എനിക്ക് ഉറക്കം വരുന്ന സമയത്ത് ഞാൻ നിർത്തിയിട്ട് കിടന്നുറങ്ങും. എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിർത്തി കിടന്നുറങ്ങും. വണ്ടീൻ്റെ വർക്ക് അത് നമുക്ക് നോക്കാമെന്നാണ് പറഞ്ഞേക്കണേ. ഇനി എനിക്കറിയില്ല വണ്ടീൻ്റെ വർക്ക് എപ്പോൾ ചെയ്യാനാണെന്നുള്ളതെന്ന് അവർ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് സീ. എങ്ങോട്ടൊക്കെ ലോഡ്, എന്താണ് ലോഡ് ഒന്നും അറിയില്ല. കോയിലായിരിക്കും മിക്കവാറും. ഇന്ന് കയറ്റിയ പോലത്തെ കോയിലായിരിക്കും. തമിഴ്നാട്ടിലാകുന്ന സമയത്ത് ഒരു കോയിലായിരിക്കില്ല, മേ ബി 2 കോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആണ് എനിക്ക്. ഇന്ന് കയറ്റിയ പിന്നെ കോയിൽ 30 ടണ്ണാട്ടോ വെയിറ്റ്. വണ്ടിയുടെ പാസിങ് ലോഡ് 40 ടണ്ണാണ്. ഞാനാരെയും കുറ്റമൊന്നും പറഞ്ഞില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ. പോയി നോക്കട്ടെ. ലൊക്കേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഏത് റൂട്ടിലെ കൂടെയാണ് പിന്നെ ടൗൺ ടച്ച് ചെയ്യാണ്ട് പോകേണ്ടതെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൂടെ പോയി നോക്കാം. ഇപ്പോൾ സമയം 6:15 കേട്ടോ. 6:15. ഇതെന്താ ചെടിന്ന് മനസ്സിലാവുന്നില്ലല്ലോ. നല്ല ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് കൂടി പോകുന്ന ഒരു പ്രതീതി. ഇത് ഇങ്ങനെ തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ കുറച്ച് ഉള്ളോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ 2 ഭാഗവും മരമൊക്കെ ആയി, നടുക്കേ കൂടി റോഡ്, അത്യാവശ്യം നല്ല സീനിക് ആയിട്ടുള്ള റോഡിൽ കൂടി പോകാട്ടോ. ലോക്കൽസ് ആണ് അധികം ഉള്ളത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അവന്മാർ ബൈക്കിലൊക്കെ വരുന്നതും പോകുന്നതൊക്കെ അവർക്ക് തന്നെ അറിയില്ല എങ്ങനെയാണ് അവർ ഓടിക്കണേന്ന്. ആ രീതിയിലാണ് ചിലർ കേട്ടോ, എല്ലാവരും അല്ലേ. അവിടെ ഇഷ്ടികക്കളുണ്ട് കേട്ടോ, ഇഷ്ടികക്കളും. ഇവിടെ ഒരു അമ്പലമുണ്ട്. മരത്തിന്റെ ഉള്ളിലേക്കൂടി ഗ്യാപ്പിലേക്കൂടിയുള്ള യാത്ര. റോഡ് ഇച്ചിരി മോശം കേട്ടോ. ട്രാക്ടറിൽ തന്നെയാണ് മെയിൻ എല്ലാ സാധനങ്ങളും ഇവർ കടത്തണം കേട്ടോ. അടിച്ച് ഓഫാന്ന് തോന്നുന്നു കേട്ടോ. ഈ സൈഡ് നോക്കിയേ, എന്താ അടിപൊളിയല്ലേ, നൈസല്ലേ. ട്രെയിനൊക്കെ പോകുന്നുണ്ട് അവിടെ. ഇതേമായിരുന്നു കാണുന്നുണ്ടോന്ന് അറിയില്ല. നേരെ ഈ സൈഡ് നോക്കിയേ, വേസ്റ്റ് മലകളാണ്. ഇവിടൊക്കെ വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലമായിരിക്കും അല്ലേ, മുനിസിപ്പാലിറ്റി ഒക്കെ കൊണ്ടിടുന്ന സ്ഥലമായിരിക്കും. ഇതൊക്കെ വൃത്തിയാക്കുമായിരിക്കും. അതിൽ കൂടെ ട്രെയിൻ വേറെ ട്രെയിൻ പോകുന്നുണ്ട്, കാണുന്നുണ്ടോന്നറിയില്ല. അത് കൂടെ പോകുന്നുണ്ട് ഇങ്ങനെ. രാവിലെ ഈ റോഡ് കയറേണ്ടതാണ്. ഞാൻ ഈ ഹൈവേയിലേക്ക് കൂടി നേരെ പോയിട്ട് ടൗണിലേക്ക് കൂടി കയറുകയെന്ന്. ഇതൊക്കെ ഇവിടെ ഒരു വലിയ കയറ്റമുണ്ട് കേട്ടോ. ഹെവി ടാസ്ക്, വളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. തന്നെയല്ലേ. ഓ, ഇത് നല്ല കയറ്റമാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല.
നല്ല കയറ്റാണല്ലോ. ഇത് കയറൂലേ? കയറുമായിരിക്കും അല്ലേ? നമുക്ക് റിസ്ക് എടുക്കണ്ട. ഗിയർ ഫസ്റ്റിലിട്ടിട്ട് തന്നെ എടുക്കാം. റിസ്ക്കും എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ടാറ്റയാണ്. ടാറ്റ കയറ്റൊക്കെ നല്ല വൃത്തിയിൽ വലിച്ച് കയറുന്ന പറയുന്നത്. പക്ഷെ എവിടെയും കറങ്ങി കളിക്കുമോ എന്നുള്ള പേടിയാണ്. അയ്യോ അയ്യോ, കുഴപ്പമില്ല കുഴപ്പമില്ല, കയറി പോകാൻ മോനെ, നിന്നെ കൊണ്ട് പറ്റും. കേറി വലിയ കയറ്റാട്ടോ. ഇപ്പൊ കേറി സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വലിയ കയറ്റാണ്. ഇനി ഇതിന്ന് റൗണ്ട് അടിക്കണല്ലോ. രാവിലെ ഇത് കൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറി പോകേണ്ടതായിരുന്നു കേട്ടോ. നോക്കട്ടെ, എന്നാൽ ഹൈവേയിൽ കയറാണ്. ഇനി ഒരു 80 സ്പീഡിലൊക്കെ ഇനി കാലിയായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റും. ചെന്നൈയിലേക്ക് ഒരു 160 കിലോമീറ്റർ എങ്ങാണ്ട് ഉള്ളതെന്നാണ് തോന്നണേ. ഞാൻ എന്തായാലും ഒന്ന് ലൊക്കേഷൻ ഇട്ട് നോക്കട്ടെ. ചെന്നൈ വേറെ നോക്കാനൊന്നുമില്ല, സ്ട്രെയിറ്റ് ഹൈവേ ആണ്. ഓക്കെ, ബൈ. അടിപൊളി ഹൈവേ കേട്ടോ. GPS signal lost. സമയം ഇപ്പം 8:40 ആയിട്ടുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്. എൻ്റെ കൂടെ മുന്നിൽ പോയ 2 ആൾക്കാർ ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ അപ്പുറം, അതായത് ആന്ധ്രാപ്രദേശും തമിഴ്നാടിൻ്റെ ബോർഡറിൽ അവിടെ കിടക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഭക്ഷണവും കാര്യങ്ങളൊന്നുമില്ല. ഇവിടുന്ന് കഴിച്ചിട്ട് വന്നോന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ നമുക്കിന്ന് അത്യാവശ്യം ഏതെങ്കിലും നല്ലൊരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാം. ഇവിടെ ഏതാ ഇന്ത്യൻ ഉണ്ട്, ഹൈദരാബാദി ഉണ്ട്, തന്തൂരി ഉണ്ട്, ചൈനീസ് ഉണ്ട്, അജ്ബ ബിരിയാണി ഹബ്. നോക്കാം നമുക്ക് എന്താ ഉള്ളത്. ഓക്കെ, കുറേ കാലത്തിന് ശേഷം ഇച്ചിരി നല്ല ഫുഡ് കഴിക്കാൻ. നല്ല ഫുഡൊന്നുമില്ല, എഗ് ഫ്രൈഡ് റൈസും. ഞാൻ പുറത്ത് വയ്ക്കുന്ന ചിക്കൻ അധികം കഴിക്കില്ല, എഗ് ഐറ്റംസാണ് അധികം കഴിക്കുക. എഗ് ഫ്രൈഡ് റൈസും ഒരു സൂപ്പും പറഞ്ഞിട്ടില്ല. നോക്കട്ടെ എങ്ങനെയാണ് ടേസ്റ്റ് ഒന്ന്. സൂപ്പ് വന്നിട്ടുണ്ട്, ചിക്കൻ ക്ലിയർ സൂപ്പാണ് കേട്ടോ. കുറച്ച് പെപ്പർ ഇടാം. നൈസാണ്. ഞാൻ കുടിച്ച് തീർത്തട്ടോ, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എഗ് ഫ്രൈഡ് റൈസ്, സെഷ്വാൻ എഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ഒരു നല്ല സർവീസാണ്. ചെറിയ റെസ്റ്റോറൻ്റാണ്, എന്നാലും നല്ല സർവീസാണ്. ടേസ്റ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരു ആന്ധ്ര ടച്ച് വരുന്നുണ്ട്. എത്ര ദിവസത്തിന് ശേഷം ഇങ്ങനെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. നല്ലത് മോശമൊന്നുമില്ല, ഓക്കെ. പക്ഷേ ഒരു ഫുള്ള് കഴിച്ചില്ല, കുറച്ച് ഞാൻ പാർസൽ കയറ്റിയും അവിടെയുള്ള അണ്ണന്മാർക്ക് കൊടുക്കാം. കുറച്ചേ ഉള്ളൂ, അവർ ഓൾറെഡി ഭക്ഷണം കഴിച്ച് കാണും. ഞാൻ പിന്നെ വേസ്റ്റായി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ബാക്കി വന്നത് ഞാൻ പാർസലായിട്ട് ഇങ്ങോട്ട് വാങ്ങി. ഓക്കെ,
ഞാൻ 20 കിലോമീറ്ററും കൂടി അവർ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള എനിക്ക് സീരിയസ്ലി നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. ഇങ്ങനെ കണ്ണിലേക്ക് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുഡും കൂടെ കഴിച്ചുകൊണ്ട് സെറ്റായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ 20 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും സമയമൊന്നും എടുക്കില്ല, ഒരു 20 മിനിറ്റ്സ് എടുക്കുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കണേ. അപ്പോൾ നോക്കട്ടെ, മാക്സിമം 20 മിനിറ്റ്സ്. പക്ഷേ ഈ സമയത്ത് ബ്ലോക്ക് ഉണ്ടാവുമോ എന്നറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുക്ക് എത്തി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാടാണ് കേട്ടോ, ആന്ധ്ര തമിഴ്നാട്. ഓക്കെ, ചെന്നൈ പോർട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാസ് വേണം. അതിന് വേണ്ടിയിട്ട് ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ പാസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് പറയണം. അതിന് ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ പോർട്ടിൻ്റെ പുറത്ത് നിന്നോന്നാണ് പറഞ്ഞത്. അതിനെക്കാട്ടിയും സേഫായിട്ട് തോന്നുന്നത് ഇവിടെ നിൽക്കാമെന്നാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 അണ്ണന്മാർ എവിടെയുണ്ട്, അവരെ കൂടെ തന്നെ വണ്ടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യലാണ്. വെയിറ്റ് ചെയ്യുക ഇൻ ദ സെൻസ് ഞാൻ കുറച്ച് സമയം ഉറങ്ങട്ടെ. ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഇന്നലെ 1 മണിക്കൂർ കഷ്ടി രാത്രി ഉറങ്ങിയതാണ്. പിന്നെ പകൽ ഉറക്കൊന്നും തീരെ ശരിയായിട്ടൊന്നുമില്ല കേട്ടോ. പകൽ അത്രയും സമയം ഉറങ്ങിയിട്ടുള്ളൂ, അരമണിക്കൂറോ 3/4 മണിക്കൂർ എങ്ങാണ്ട്. അതും ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയൊന്നും കിടന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. പകൽ സമയത്ത് കിടന്നുറങ്ങൽ, അല്ലെങ്കിൽ നല്ല തണലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടണം, വെയിൽ തീരെ അടിക്കാത്ത. അപ്പോൾ ഇച്ചിരിയെങ്കിലും വെയിലടിച്ചാൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. ഇങ്ങനെ ചൂടായിട്ട് വേർത്തൊഴിച്ച് ഉറക്കം വരില്ല. ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, ക്ഷീണം കൊണ്ട്, ഇല്ലെങ്കിൽ ഉറങ്ങാനാവത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ, അതാണിപ്പോൾ എനിക്ക് മുഖ്യം. അപ്പോൾ ഗുഡ് നൈറ്റ്.